2024 മാർച്ച് മാസത്തിൽ എൻ്റെ അച്ഛൻ മരിച്ച് ഞങ്ങൾ ജാതകം നോക്കാൻ വേണ്ടിയിട്ട് ജോത്സ്യൻ്റെ അടുത്ത് പോകുമ്പോൾ ജോത്സ്യർ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്താ മാതാവിനെ കാണിക്കുന്നുണ്ടല്ലോ, എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ പറഞ്ഞിട്ട് ചോദിച്ചു. അപ്പം ഞാനില്ല, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ നഴ്സിംഗ് പഠിച്ചത് ഒരു ക്രിസ്ത്യൻ കോളേജിലായിരുന്നു. അവിടെ വെച്ച് ഞാനും എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കൂടെ പോയിരുന്നു പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എന്നോട് പറഞ്ഞു, എന്ത് ഒരു നല്ല കാര്യത്തിന് നീ ഇറങ്ങുമ്പോൾ അതിന് മുന്നേ എപ്പോഴും മാതാവിന് മുന്നിൽ ഒരു തിരി കത്തിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ അതൊരു അങ്ങനെ വിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷമാണ് 2025 സെപ്റ്റംബർ മാസത്തിൽ എനിക്ക് ടെൽക്ക് എക്സാമിന് ഡേറ്റ് കിട്ടി. സെപ്റ്റംബർ 8-ാം തീയതിത്തേക്കായിരുന്നു എനിക്ക് എക്സാം. 7-ാം തീയതി ഞങ്ങൾ ഇവിടുന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ട്രിവാൻഡ്രം പോകാൻ വേണ്ടി ട്രെയിൻ കയറി ഞങ്ങൾ ട്രിവാൻഡ്രം എത്തി. 2 മണിയായപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞതിന് ഹസ്ബൻഡിന് എന്തോ ഒരു കൈക്ക് തരിപ്പ്, കാലിന് തരിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറുതായിട്ട് തോന്നി. പെട്ടെന്ന് തന്നെ അവിടെ അടുത്ത് ഞങ്ങളൊരു PRS ഹോസ്പിറ്റലുണ്ടായിരുന്നു. അവിടെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഒരു ചെറിയ സ്ട്രോക്കിൻ്റെ ആരംഭമാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. പിന്നെ ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ്റും കൊടുത്തു. ആരുമില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവം എന്തോ അനുഗ്രഹിച്ചു. എനിക്ക് അപ്പോൾ ശക്തി തന്നതുകൊണ്ട് രാത്രി തന്നെ ഞാൻ അവിടുന്ന് കൂട്ടി ഇവിടെ കൊണ്ടുവന്നു. കാരിത്താസിൽ അഡ്മിറ്റ് ചെയ്തു, ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു. ഇപ്പോൾ കുഴപ്പമില്ല. അങ്ങനെ എനിക്ക് എക്സാം വീണ്ടും പോസ്റ്റ്പോണ്ടായി. ഒക്ടോബറിലേക്ക് എനിക്ക് എക്സാമിന് ഡേറ്റ് കിട്ടി. അപ്പം ഞാൻ ഒക്ടോബർ 10-ാം തീയതി ഞാൻ പള്ളിയിൽ ഇവിടെ വന്നു. ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെയും കൂട്ടിയിട്ടാണ് വന്ന് പ്രാർത്ഥിച്ച് പോയി. അപ്പോൾ എല്ലാവരും ഉടമ്പടി എടുക്കുന്നതിനെ പറ്റി സംസാരിക്കുന്നതിനെ, പക്ഷെ എനിക്കൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല, അങ്ങനെ പോയി. പിന്നെ എനിക്ക് ഒരു 13 പോയി കഴിഞ്ഞിട്ട് ഞാൻ ശരി ഉടമ്പടി എടുക്കാമെന്നൊരു ചിന്ത ഉള്ളിലേ ഇരുന്നു. ഒരു 13-ാം തീയതി ആയപ്പോൾ ഞാൻ തിരിച്ച് വീണ്ടും വന്നു ഉടമ്പടി എടുത്തു പോയി. 16-ാം തീയതി ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു. എക്സാമിന് പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് തൈലം കൊണ്ട് എൻ്റെ നെറ്റിയിൽ കുരിശൊക്കെ വരച്ചിട്ടാണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയി. എനിക്ക് 3 മൊഡ്യൂൾ കിട്ടി. അത് കഴിഞ്ഞ് വീണ്ടും സ്പീക്കിംഗ് എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് എൻ്റെ പ്രാർത്ഥന മുടക്കിയിട്ടേ ഇല്ല, അങ്ങനെ പ്രാർത്ഥന തുടർന്നിട്ടേ ഇരുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തു. അനാഥാലയങ്ങളിൽ വീടുകളിൽ വരുന്ന അവർക്കൊക്കെ ഞാൻ പൈസ കൊടുക്കുകയും ഡ്രസ്സ് കൊടുക്കുകയും എന്നെ കൊണ്ടാവുന്ന വിധങ്ങളിലൊക്കെ ചെയ്തിട്ടേ ഇരുന്നു. അതിനുശേഷം എനിക്ക് വീണ്ടും ജനുവരിയിലേക്കാണ് ഡേറ്റ് കിട്ടിയത്. ഡേറ്റ് ഉണ്ടായിരുന്നില്ല. അവരായിട്ട് എന്നെ വിളിച്ചു, ഡേറ്റ് തന്നു. അങ്ങനെ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. പരീക്ഷ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയി. എക്സാമിന് പോയി. ഞാൻ സ്പീക്കിംഗ് കിട്ടി, പാസ്സായി. ഫെബ്രുവരി 8-ാം തീയതി എൻ്റെ റിസൾട്ട് വന്നു. അന്ന് ഞാൻ ഇവിടെ വന്നു. എനിക്കന്ന് ഉടമ്പടി പുതുക്കേണ്ട ദിവസമായിരുന്നു. അന്ന് എനിക്ക് വെളുപ്പിന് 4 മണിക്ക് റിസൾട്ട് വന്നു. ഞാൻ രാവിലെ തന്നെ ഇവിടെ വന്നു, ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു, മാതാവിന് നന്ദി പറഞ്ഞു പോയി. അന്ന് തന്നെ സാക്ഷ്യം പറയണമെന്ന് വിചാരിച്ചു, പക്ഷെ അത് നടന്നില്ല അന്ന്. അതിനുശേഷം ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. വീണ്ടും ഞാൻ വിസയ്ക്ക് ഫെബ്രുവരി 14-ാം തീയതി തന്നെ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തു. വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ എൻ്റെ ഫയലിലെല്ലാം തൈലം എല്ലാം തേച്ച് ഉപ്പൊക്കെ വെച്ച്